സോ ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഏറ്റവും പുതിയ ടെസ്റ്റ് സീരീസ് ആയ BTS ഇൻ, അതായത് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഫോർ ഐസർ നൈസർ ടെസ്റ്റ് സീരീസിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രൗസർ ഓൺ ആക്കി അതിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുന്നു. ഫസ്റ്റിൽ തന്നെ നമ്മുടെ ലിങ്ക് വന്നിട്ടുണ്ട്, നമ്മുടെ സൈറ്റിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് അവർ ഹോം പേജ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കോഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് എൻ്റെ ഈ ഒരു വശത്തായിട്ട് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ ഈ ഒരു കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. എന്നിട്ട് ആ ഒരു ടെസ്റ്റ് സീരീസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു ലിങ്ക് ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ. ആൻഡ് ദ സെക്കൻഡ് വൺ റൈറ്റ് ദർ, അതാണ് നമുക്ക് വേണ്ടത്, BTS ഐസർ നൈസർ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ BTS ഐസർ നൈസർ ടെസ്റ്റ് സീരീസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ പേജ്. ആൻഡ് ഇഫ് യു സ്ക്രോൾ ഡൗൺ, നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാം. അതുപോലെ തന്നെ ബ്രോഷർ, എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എക്സാം ഷെഡ്യൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങൾ വായിക്കുക. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എങ്ങനെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് സൈഡ്, ഒരു പച്ച ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് രജിസ്റ്റർ എന്ന്. ആ ബോക്സിൽ അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടലിലേക്കാണ്. ഓക്കെ, സ്റ്റുഡൻറ് പോർട്ടലിലേക്ക് നമ്മൾ കയറിയില്ല, നമുക്കൊരു അക്കൗണ്ട് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ് ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കാണും. ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ബ്രില്യൻറ്റിന്റെ സൈറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റുഡൻറ് നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്ത് ടൈപ്പ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ്ലി ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഇവിടെ കാണാം, ആ ബോക്സിലും ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു ഹാവ് ടൈപ്പ് ദ റൈറ്റ് ഫോൺ നമ്പർ ആൻഡ് ഓൾസോ ദ റൈറ്റ് ഇമെയിൽ ID. കാരണം ഈ ഒരു രണ്ട് നമ്പറിലേക്കും, അതായത് ഈ ഒരു മെയിൽ ID-യിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നമ്പറിലേക്കും ഒരു OTP, നമ്മളിപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. സോ മേക്ക് ഷുവർ യു ഹാവ് എൻറ്റർഡ് ദ റൈറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ഐ അഗ്രി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ഒരു OTP മെസ്സേജ് വന്നിട്ടുണ്ട്. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പേജിലേക്ക് നീങ്ങുന്നതായിരിക്കും. സോ യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടൽ ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ കാണാം മൈ പ്രൊഫൈൽ, മൈ കോഴ്സസ്, മൈ റിസൾട്ട് എന്നൊക്കെ. നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് സെലക്ട് ക്ലാസ് സ്റ്റഡിങ്. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റഡിങ് ഇൻ ക്ലാസ് 4 മുതൽ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12, അതുപോലെ ഫോർ ക്ലാസ് 12th പാസ്റ്റ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ ഒന്നെങ്കിൽ സ്റ്റഡിങ് ഇൻ ക്ലാസ് 2 ആയിരിക്കും, അല്ലെങ്കിൽ ഫോർ ക്ലാസ് 12th പാസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റഡിങ് ഇൻ ക്ലാസ് 12th ആണ്. ഓക്കെ, യെസ്, അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നമുക്ക് ഏതെല്ലാം കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. യെസ്, നമുക്ക് കാണാം ക്രാഷ് കോഴ്സ്, ടെസ്റ്റ് സീരീസ് ആൻഡ് CUET 2026. അപ്പോൾ നമുക്ക് വേണ്ടത് ടെസ്റ്റ് സീരീസ് ആണ്. ഇവിടെ രണ്ടാമതായി കിടപ്പുണ്ട് ടെസ്റ്റ് സീരീസ് നീറ്റ് JEE മെയിൻ ഐസർ നൈസർ. ഓക്കെ, സോ അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബ്രില്യൻ ടെസ്റ്റ് സീരീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഏതെല്ലാം ടെസ്റ്റ് സീരീസ് ആണ് എന്നുള്ളത്. ടെസ്റ്റ് സീരീസ് നീറ്റ് ഉണ്ട്, JEE മെയിൻ, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഫോർ ദുബായ്. യെസ്, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് സൈഡ് വി ക്യാൻ സി ഐസർ നൈസർ ടെസ്റ്റ് സീരീസ് 2026. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലേക്കാണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതിന് നേരെയായിട്ട് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഐസർ നൈസർ ടെസ്റ്റ് സീരീസിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കുന്നത്. ഡ്യൂറേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ ടൈം, കമൻസിംഗ് ഓൺ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തേത് സെലക്ട് സെന്റർ. ഓക്കെ, സെലക്ട് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓൺലൈൻ ഒള്ളി എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ BTS ഫോർ ഐസർ ടെസ്റ്റ് സീരീസ് ഓൺലൈൻ ആയിട്ടാണ് വിദ്യാർത്ഥികൾക്കായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സോ ആ ഒരു ഓൺലൈൻ ഒള്ളി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ആൻഡ് തൊട്ട് താഴെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് കൊടുത്തിട്ടുണ്ട്. യെസ്, മാർച്ച് 1 തീയതിയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് മാർച്ച് 2026. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് തൊട്ട് താഴെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തുമ്പോൾ ഐസർ ടെസ്റ്റ് സീരീസ് 2026 നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എഴുതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീ സ്ട്രക്ചറും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് സൈഡ് വി ക്യാൻ സീ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. സോ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നതാണ് നമ്മുടെ പ്രൊഫൈൽ പേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഈ കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യരുത്. ഫോമൽ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ടൈപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഒക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര് ആൻഡ് ഓൾസോ യുവർ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഓക്കെ, ആൻഡ് ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് യുവർ ഹൗസ് നെയിം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, യുവർ പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, യുവർ പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് ഒബ്വിയസ്ലി കൺട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. സോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ പ്രൊഫൈൽ പിക്ചറും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റിയാണ്. അതായത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരികയാണ് സൈറ്റ്. അതായത് ഐസർ ടെസ്റ്റ് 2026 ഓൺലൈൻ ഉള്ളി, അതുപോലെ ഫീ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓൺലൈൻ ആയിട്ടാണ് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പേ നൗ എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അവിടെയും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ റേസർ പേ അല്ലെങ്കിൽ ഈസി ബസ്, അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ്. അതിപ്പോൾ ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, കാർഡ് പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഏത് വഴിയും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആൻഡ് പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഫോർ ഐസർ ടെസ്റ്റ് സീരീസിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിലെ ബ്രോഷറിൽ കയറി ചെക്ക് ചെയ്യുക. ആ ഒരു എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എക്സാം ഷെഡ്യൂളും വ്യക്തമായിട്ട് തന്നെ ആ ബ്രോഷേഴ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.